10 വമ്പൻ നേട്ടങ്ങളാണ് ഈ ആയത്ത്. ഒരു മനുഷ്യൻ അസർ നമസ്കാരത്തിന് ശേഷം ഒരാൾ ഉളുവോടുകൂടി അവിടെ തന്നെ ഇരുന്നിട്ട് 10 പ്രാവശ്യം വീതം ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്നത്. 1, രോഗങ്ങളില്ലാത്ത ശരീരം അല്ലാഹു അവനക്ക് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ നേട്ടം, നമ്മുടെ ജീവിത വിഭവത്തിൽ എന്തുണ്ടാവും? ബറക്കത്തുണ്ടാവും. നമുക്ക് വലിയ സമാധാനമുണ്ടാവും. അതാണ് റിസ്ഖിൽ വലിയ വിശാലതയുണ്ടാവും, ഖൈറുണ്ടാവും. മൂന്നാമത്തെ പ്രതിഫലം യഖീനും ബിലാ ശഖ്, അതായത് ദീനിയായ വിഷയത്തിൽ ഒരു സംശയവും അവനക്ക് ഉണ്ടാവില്ല. നാലാമത്തെ പ്രതിഫലം, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ പ്രതിഫലം, അതായത് അവൻ മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ശുഹദാക്കളുടെ കൂടെയായിരിക്കും അവൻ്റെ റൂഹ് ഉണ്ടാകുക. ആറാമത്തെ പ്രതിഫലം, മൂമിനീങ്ങളായ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? ഇഷ്ടമുണ്ടാകുമെന്നാണ്. എന്തിലേറെ, ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ വാഴ്ത്തും, നമ്മളെ പുകഴ്ത്തും. 40 മൂമിനീങ്ങളെങ്കിലും നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ഏഴാമത്തെ പ്രതിഫലം, യൂസ്യൗലഹു ഖബ്റുഹ്, അവൻ്റെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്നതാണ്. എട്ടാമത്തത്, നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന കിതാബുണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ വലത് കൈയിൽ കിട്ടുമെന്നാൽ, മുന്നിലൂടെ വലത് കൈയിൽ കിട്ടാൻ ഈ ഒരു ആയത്തോതിയാൽ കാരണമാണ്. പിന്നെ 9ാമത്തത്, സിറാത്തുപാലം, മിന്നലിൻ്റെ വേഗതയിൽ നമുക്ക് സിറാത്തുപാലം കടന്ന് സ്വർഗത്തിലേക്ക് ചെല്ലാൻ. 10ാമത്തത്, യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മഹാഭാഗ്യവാന്മാർ, മഹാഭാഗ്യവതികൾ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് അവസരം തരുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, അത് വേറൊന്നുമല്ല, ആ ആയത്തുൽ കുർസിയാണ്. ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി 10 പ്രാവശ്യം അസർ നമസ്കാരത്തിന് ശേഷം അവൻ ഇരുന്ന ഇരിപ്പിൽ ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്ന വമ്പൻ 10